ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നമ്മളെ ചതിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇത് പല ആളുകളിലും വരുന്നൊരു സംശയമാണ്, അല്ലെങ്കിൽ പലരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടാവും, പക്ഷേ അവരുടെ ഭാഗത്ത് ഉണ്ടാവുക ഈ പറയുന്ന ചതിയും വഞ്ചനയും മാത്രമാണ്. അതായത് മറ്റൊരു അഫെയറിലേക്കൊക്കെ അവർ പോകാം എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ അവർ വേറൊരു അഫെയറുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി വളരെ സിൻസിയർ ആയിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്, പക്ഷേ അവരിത്തരത്തിലൊരു എക്സ്ട്രാ അഫെയറുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന കെയർ അധികമാകുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആർക്കാണെന്നുണ്ടെങ്കിലും അധികമായിട്ട് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അതിനോടൊരു വില ഉണ്ടായിരിക്കില്ല, പിന്നെ നമുക്കതൊരു ശ്വാസം മുട്ട് പോലെ തോന്നുന്നുള്ളതാണ്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു പരിധിയിൽ കവിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വല്ലാത്തൊരു നമുക്ക് തന്നെ ഒരു വീർപ്പ് മുട്ടലും ശ്വാസം മുട്ടലും പോലെയൊക്കെ ഫീൽ ചെയ്യും. അയ്യോ, എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നതെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. നമ്മൾ സ്നേഹം എത്ര കിട്ടിയാലും മതിയാവില്ല എന്നൊക്കെ പറയും. എന്നാൽ ചില കാര്യങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഓവറായിട്ട് നിങ്ങൾ അവരെ കെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു മതിപ്പില്ലാതാവുകയും നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു വരികയും നിങ്ങളോടുള്ള ഒരു വില കുറഞ്ഞു വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ മറ്റൊരാളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓവർ കെയർ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്വന്തമാണ് എന്ന് കരുതിയിട്ട് വലിയ രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ട് കുറേ കാലം ആകുമ്പോൾ പലരിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, അതായത് ഇതിപ്പോൾ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവല്ലേ, അല്ലെങ്കിൽ ഇത് എൻ്റെ പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പരിഗണന തരില്ല എന്നുള്ളതാണ്. പരിഗണന തരുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഇഷ്ടക്കുറവ് കൊണ്ടല്ല, അതായത് മനസ്സിൽ ഇങ്ങനെ, അതായത് എൻ്റെ ആണല്ലോ ഇനിയിപ്പോൾ എന്തായാലും എന്നെ വിട്ടു പോവില്ല എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് അവരോട് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലൊരു തോന്നലെന്ന് പറയുമ്പോൾ, ഇത് ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ, അപ്പോൾ ഒരിക്കലും എന്നെ വിട്ടിട്ട് പോവില്ല എന്ന് കരുതിയിട്ട് ഇപ്പോൾ അവരുടെ ഒരു കോളോ മെസ്സേജ് വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് സീൻ ചെയ്യില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തിരക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മാറ്റി വെക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നുന്നുണ്ടാവുക അവരെ പരിഗണിക്കുന്നില്ല, അവഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അവഗണന നേരിടാൻ ആർക്കും ഒരു മനസ്സിലൊരു താല്പര്യം, ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ അവഗണന കിട്ടുന്നിടത്ത് നിന്ന് പരിഗണന കിട്ടുന്നിടത്തേക്ക് പോകാനുള്ള ഒരു തീരുമാനമോ ചിന്തയൊക്കെ അവരിൽ വന്നേക്കാം എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സ്വന്തമല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ പരിഗണിക്കാതിരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ തേർഡ് പേഴ്സണെയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ അത് ഭയങ്കര മോശമുള്ളൊരു കാര്യമായിട്ട് മാറാം. അതായത് ഇപ്പോൾ മൂന്നാമതൊരാൾ വരുന്ന സമയത്ത്, അതിപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഒരാൾ വരുന്നതെന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തു നിന്നാണ് ഒരു പേഴ്സൺ വരുന്നതെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ അങ്ങനെ ഒരാൾ വരുമ്പോൾ അത് നിങ്ങൾക്കിടയിലുള്ള ഒരു തർക്കങ്ങളും കാര്യങ്ങളും കൂടുതലാവുകയും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്ടം കുറയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊരു തർക്കം വരികയാണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സൺ, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിനെ ഇതിലേക്ക് ഇടപെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരാൾക്ക്, നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടൊരു ദേഷ്യം തോന്നുന്നുള്ളതാണ്. എല്ലാ കാര്യത്തിനും അങ്ങനെ ആ ആളെ വിളിച്ചു കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ പിന്നെ എനിക്ക് എന്താണ് ഇവിടെ ഒരു സ്ഥാനം ഉള്ളത് എന്നുള്ളതൊക്കെ അവർക്ക് തോന്നും എന്നുള്ളതാണ്. അതിപ്പോൾ ഏതാളാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ അവരുടെ ലൈഫിലേക്ക് ഒരു തേർഡ് പേഴ്സൺ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് പുതിയൊരു ആൾ അവരുടെ ലൈഫിലേക്ക് വരികയാണ്, അവരെ കൂടുതലായിട്ട് പരിഗണിക്കുകയും സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്തുനിന്നൊന്നും വലിയ രീതിയിൽ കിട്ടുന്നില്ലെങ്കിലും അവരങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ തേർഡ് പേഴ്സണിൻ്റെ വരവ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു എക്സ്ട്രാ അഫെയറിന് കാരണമായിട്ട് മാറാറുണ്ട്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, തുറന്ന പറച്ചിലുകൾ എപ്പോഴും അനിവാര്യമാണെന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും തുറന്ന സംസാരമാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാമെന്ന് പറയാം, പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പുറത്ത് പറയാതെ അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഓക്കെയാണ്. എങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ മിക്കതും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ മാത്രമാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എവിടെയാണോ കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്, അവിടെ മുതലാണ് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് തുടങ്ങുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതും ഡീപ്പായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് വേണ്ടത്. തുറന്ന് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കാതെ വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ നിങ്ങൾക്കിടയിൽ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഇല്ലാതെ വരും, മിസ്അണ്ടർസ്റ്റാൻഡിങ് കൂടുതലായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളോടുള്ള ഇഷ്ടം കുറയും. ബിക്കോസ് നിങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ആൾക്ക് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള താല്പര്യവും ഇഷ്ടവും ഒക്കെ കുറഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് അവരുടെ ഭാഗത്തിന് വേറൊരാൾ ഇങ്ങനെ അവരോട് തുറന്നു പറയാനോ സംസാരിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ
അങ്ങോട്ടല്ലേ സ്വാഭാവികമായിട്ടും ആ ഒരു സ്നേഹം പോകുന്നുണ്ടാവുക. അപ്പം അതും ഒരു കാരണമായിട്ട് മാറാം. അപ്പം അതുകൊണ്ട് തന്നെ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ, സംസാരിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഒരുപാട് ദൂരെയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ തന്നെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 4 കാര്യങ്ങളിലൂടെ ഈ ഒരു എക്സ്ട്രാ അഫെയർ അവരുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള 4 കാര്യങ്ങളിലൂടെ നിങ്ങളെ അവർ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങളെ കൂടാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പം അതിന് നിങ്ങളൊരു കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരനാവരുത്. സോ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാഗത്ത് എപ്പോഴും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അത് ആദ്യമേ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഞാൻ 4ാമത് പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളുടെയും പ്രശ്നം അവിടെ വരില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതേസമയം ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, അതായത് പാർട്ട്ണർക്ക് എക്സ്ട്രാ അഫെയർ ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും. എന്ത് ചെയ്യണം, ഈ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകണോ, അല്ലെങ്കിൽ അവർ ഓക്കെ ആവാൻ സാധ്യതയുണ്ടോ, ഇനിയിപ്പോൾ അവർ വീണ്ടും ആ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ തന്നെ വേണം അല്ലെങ്കിൽ അവരെ മാറ്റിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ, അതിനുള്ള ഗൈഡൻസ് ആവശ്യമാണെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം. ഒരിക്കലും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പോകുമെന്നൊരു പേടി നിങ്ങൾക്ക് ആവശ്യമില്ല. പലർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മളൊരിക്കലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്നുള്ള നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നും പുറത്ത് വിടില്ല. അതുകൊണ്ട് ആ ഒരു ഭയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്